ഇന്ന് ഒരു മോമോ ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. ആട്ട മോമോ ആണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ആട്ട മോമോയ്ക്ക് ആട്ടയില്ല വീട്ടിൽ. ഇതിപ്പോൾ ഏതാ ബ്രാൻഡ് എന്നറിയില്ല, ഏതോ ഒരു ബ്രാൻഡായി പോയി. അപ്പോൾ ലെറ്റ്സ് മേക്ക് മോമോ. ഇപ്പോൾ ഞാൻ നല്ല ഇതേതോ ഒരു ബ്രാൻഡ് ആട്ടയായി പോയി. ഞാൻ വിചാരിച്ച ആട്ടയാണ്. What are you doing? Reading to the wall. Crazy. ഏത് ഷേഡാ? വാൾനട്ട്. ഓക്കെ, ഇത് റെഡി ആയിട്ടുണ്ട്. ഓൾസോ കുക്കിംഗ് ഈസ് നോട്ട് മൈ ഫോർട്ടെ. എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കാം. സോ ബേസ് ഞാൻ ഒരു വെജ് ബേസ്. ഇതിൽ ബേസിക്കലി ഓയിൽ, ഗാർലിക്, onions, cabbage and carrot. Okay, ഒരു വെജ് ഒരു എഗ്, സെയിം ബേസ് പക്ഷെ അതിൽ എഗ്ഗും കൂടി ആഡ് ചെയ്തിട്ട്. സോ ഇപ്പോൾ 2 ഓപ്ഷൻസ് ആണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഐ എം എ വെജിറ്റേറിയൻ ബേസിക്കലി. അപ്പോൾ എഗ്ഗ് സിറ്റിക്ക് ഉണ്ടാക്കിയതാണ്. ലെറ്റ്സ് സീ ഹൗ ഐ മേക്ക് ദ റെസ്റ്റ്. ഇങ്ങനത്തെ ഒരു സിലിക്കോൺ ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറേ മോമോ ബേസ് ഉണ്ടാക്കിയിട്ട് ഒറ്റടിക്ക് വെക്കാം. ലെറ്റ്സ് ഡു ദ പനത്തൽ. ഞാൻ കുറേ എടുത്തിട്ട് വലുതായി എടുത്തിട്ട് കട്ട് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. ഞാൻ കട്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ബോൾ വെച്ചിട്ടാണ്. ഒരു സർക്കിൾ ആയിട്ടുണ്ട്. ലെറ്റ്സ് ഡു ദ കട്ടിങ്സ്. അപ്പോൾ ഇത് ഫില്ലിങ്സ് ചെയ്യാം, ബിക്കോസ് കുറേ ആയിക്കഴിഞ്ഞാൽ സ്പേസ് ഉണ്ടാവില്ല. ഞാൻ ആദ്യം വെജ് തന്നെ ചെയ്തേക്കാം. ഓക്കെ, ഇഫ് യു കൻ സീ, ഇതിങ്ങനെ എടുത്തിട്ട് കുറച്ച് വെച്ചിട്ട് ജസ്റ്റ് ഡു is my first momo. എൻ്റെ ടോപ്പ് ഒന്ന് കുറച്ച് കട്ട് ചെയ്യും, ബിക്കോസ് അല്ലെങ്കിൽ ഇത് ഭയങ്കര തിക്കായി പോകും നമ്മൾ ചൂടാക്കിയിട്ട് സ്റ്റീം ചെയ്ത് കഴിക്കുമ്പോൾ. ഐ ഡോണ്ട് നോ ഇഫ് എവരിബഡി ഡസ് ദിസ്. ഐ ഡോണ്ട് പാടില്ല ഐഡിയലി, പക്ഷേ ഞാൻ കുഴച്ച മാവും പിന്നെ ഞാൻ പരത്തുമ്പോൾ ആ എഡ്ജസ് കുറച്ച് തിക്കാവും. ഇതപ്പം എൻ്റെ വെജ് മോമോസ് ഡൺ. ഇത് എത്രയായി? തീരാറായോ? Some more butter. ഇങ്ങോട്ട് വാ. യാ, എൻ്റെ നെയിൽ ഫൈലർ വെച്ചിട്ടാണ് സുത്തി ബീഡിങ്ങിൻ്റെ എഡ്ജസ് ചെയ്യുന്നത്. അപ്പോൾ ഈ യെല്ലോ കളർ കാണുന്നത് ഇപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ളതാണ്. ഇനി സുത്തി അതിന് ബീഡിങ് ചെയ്യാൻ പോവാണ്. ഇപ്പം എല്ലാത്തിനുള്ള ബീഡിങ് ഉണ്ടോ നമ്മളുടെ കയ്യിൽ? ഹോളിൽ മാത്രമുള്ള ബീഡിങ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതപ്പോൾ ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചു തരാം. എഗ് ആകുമ്പോഴത്തേക്കും നമുക്ക് വെജിൻ്റെ എല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഉള്ളത് ഇഡ്ഡലി തട്ടാണ്. ഇഡ്ഡലി ആ വാട്ടർ വെച്ചിട്ട് ബോയിൽ ആവട്ടെ. എന്നിട്ട് നമുക്ക് ബേസിക്കലി ഈ ഒരു സാധനം അതിൽ വെള്ളം ഗ്യാസ് ഞാൻ എൻ്റെ ഫസ്റ്റ് സെറ്റ് ഓഫ് വെജ് മോമോസ് സ്റ്റീം ചെയ്യാം. ഇന്നാൽ ഞാൻ കുറച്ച് 2 ടൊമാറ്റോസ് കട്ട് ചെയ്തിട്ട് ഡ്രൈ ചില്ലി ആൻഡ് ഫ്യൂ ക്ലോസ് ഓഫ് ഗാർലിക്കും കൂടി ഇട്ടിട്ടുണ്ട്. ഗാർലിക്ക് തൊലിയോടെ ഇട്ടത്, അത് എന്നിട്ട് പീൽ ചെയ്യണം. എന്തായാലും ടൊമാറ്റോൻ്റെ പീൽ ചെയ്യണം. അപ്പോൾ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ സോസ് ആവും. അപ്പോൾ നമുക്കിനി എഗ് മോമോസ്. ഇത് വെജ് മോമോ റെഡി ആയിട്ടുണ്ട്. ലെറ്റ്സ് ടേക്ക് ഇറ്റ്.
ചെയ്യുന്നത്ര മാത്രം വെയിറ്റ് ചെയ്താൽ മതി. ആക്ച്വലി ഈ ഒരു ബോളല്ല, ഇതിനേക്കാളും ഷാർപ്പർ എഡ്ജുള്ള ബോൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും. സ്റ്റീലിൻ്റെ കട്ടോടൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഡു ദിസ് എ ലിറ്റിൽ മോർ ഫാസ്റ്റ്. ആ സെറ്റ് ഓഫ് എഗ് മോമോസും റെഡി ആയിട്ടുണ്ട്. സ്റ്റീം ചെയ്യാൻ വെക്കാം. വെള്ളമുണ്ട്. ഓക്കെ, OG മോമോസിനായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്, ബിക്കോസ് മൈദയിലൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടുള്ള ടേസ്റ്റ് ഉണ്ടാവും. ഇതൊരു ഹെൽത്തിയർ ഓപ്ഷനായിട്ട് ക്വിക്ക് മീലിന് നല്ലതാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ സ്കിന്ന് പീൽ ചെയ്തിട്ട് ഒന്ന് കൂളാക്കിയിട്ട് അരയ്ക്കാൻ വെക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഗാർലിക്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ നെയിൽസിൽ ഗാർലിക്കിൻ്റെ സ്മെല്ലാവുന്നത് നോട്ട് എ ഫാൻ. അങ്ങനെ ചെയ്താലും ആവുമോ എനിക്കറിയില്ല, പക്ഷേ സി. ഇതിപ്പോൾ ഞാൻ അരയ്ക്കാൻ പോവാണ്. ഇതിൽ ഞാൻ റോ ഗാർലിക്ക് 2 കഷ്ണം, ചെറിയ കഷ്ണങ്ങൾ ഇട്ടിട്ട് റോ ഗാർലിക്ക് ഒരെണ്ണം ഇട്ടാൽ മതിയെന്ന് തോന്നുന്നു. പേസ്റ്റ് ആയിട്ടുണ്ട്, പക്ഷെ എനിക്ക് റോ ഗാർലിക്കിൻ്റെ ടേസ്റ്റ് അധികം തോന്നുന്നുണ്ട്. ഗാർലിക്കിൻ്റെ ഒരു എരിവുണ്ടല്ലോ, അതാണ് കുറച്ച് കൂടിപ്പോയി. കുഴപ്പമില്ല, കഴിക്കുമ്പോൾ നോക്കാം. എൻ്റെ എഗ് മോമോസും റെഡി ആയിട്ടുണ്ട്. നമുക്കതും കൂടി സെർവ് ചെയ്യാം. ഓരോ അപ്പം എൻ്റെ എഗ് മോമോസ് and veg momos ready. ഞാൻ എവിടെയാണ് ആ ബീഡിങ് വരുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ ബിഫോർ. ഇവിടെയാണ് ഇപ്പോൾ ബീഡിങ് വെക്കാൻ പോകുന്നത്. ഇനി ബീഡിങ് വെച്ചിട്ട് കാണാം. ഹായ്, ഓ ഉപ്പിലിട്ട കുറേ നാളെ ഉപ്പിലിട്ടിട്ട് I like mayos with my momos. സോസും കൂടി വയ്ക്കാം. കുറച്ചധികം ഓറഞ്ച് മേയോ കേട്ടോ, അതെനിക്ക് ഇഷ്ടമാണ്. ASMR. Wow. Good. Yummy. Super. ഇതാണ് നല്ലത്. ഇത് ട്രൈ ചെയ്തോ? Mayo aroma. ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാം. തിക്കാണ്. ഇതിന് ഞാൻ മേലെ കട്ട് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും തിക്കാണ്. Mayo. Chutney is yum. ചട്നി ചെയ്യാം. സോണൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യട്ടെ. ചട്നി മേയോടൊപ്പം നല്ലുണ്ട്. Edges 10 out of 10. This is 7 out of 10. But Uti Momo is made of maida. Maida. Mine is made of atta. I know the difference. Good effort, my dear wife. I love it. Okay. Any dessert? What do you have? Alright. Dessert അടിക്കാം. മേയോ. ഇത് ജെല്ലി ടോപ്പിംഗ് ആണ്. ബേസ് വരുന്നത് കോഫിയാണ്. ദിസ് ഇസ് ആക്ച്വലി കോഫി പനക്കോട്ട. ഇതിൻ്റെ മേലെ ആക്ച്വലി അവരൊരു കാരമൽ ബോൾസോ അങ്ങനത്തെ ഒരു സാധനം ഇടണം, പക്ഷെ അവരിട്ടിട്ടില്ല. ഇത് നിങ്ങൾ ചിക്മംഗ്ലൂർ വരുന്നെങ്കിൽ മസ്റ്റ് ട്രൈ. ഇത് കിട്ടുന്ന സ്ഥലം ഈസ് വേൾഡ് ഓഫ് കോഫിയിൽ കിട്ടും.
ഇഫ് യു ലൈക്ക് ജെല്ലി എക്സ്ട്രാ ജെല്ലി. ഇതിൻ്റെ ടെക്സ്ചർ കാണിച്ചു തരാം. ഇതിലെ പനക്കോട്ട ടെക്സ്ചർ സൂപ്പർ. It's not a beer. This is not a beer. This is Nannari Sarbat. മധുരമില്ല. കുറച്ചുകൂടി വേണം. നല്ല മധുരം ഉണ്ട് കഴിച്ചോണ്ട്. അത് കഴിച്ചോണ്ട് ഇന്നൊരു മധുരം ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ദിസ് ഇസ് ഹൗ ആഫ്റ്റർ ബീഡിങ് ഇറ്റ് ലുക്സ്. സെറ്റ് ഇനി സ്ഥിതി ബാക്കി ഫുൾ അല്ലേ? ഹായ് ബട്ടൂട്ടി, സി ഗുഡ് നൈറ്റ്. അപ്പം ഇനി ബാക്കിൽ ഫുൾ ബീഡിങ് വരും അല്ലേ? ഓക്കെ, ഗുഡ് നൈറ്റ്.